ഈ അടുത്ത കാലത്ത് എന്നോട് ഡയറക്ടർ പറയുണ്ടായി 2 പാമ്പുകൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര യുദ്ധം, അടിയും പിടിയും. ഞാൻ ചോദിച്ചു, അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പൊ നിങ്ങൾ കട്ടിലിൽ കിടക്കുകയാണ്. ആ പടം ഒരു വിഷയത്തിൽ കണ്ടു കാണും, സർപ്പം എന്നൊരു പടം. ഞാനെന്താ അത് കഥ എങ്ങനെയാണ്? നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പാമ്പ്, നിങ്ങളുടെ വിരോധിയായ അമ്മാവൻ ഒരു പാമ്പിനെ ജനലിൽ കൂടി നിങ്ങളുടെ റൂമിലേക്ക് വിടുന്നു. ഉടൻ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പാമ്പ് അറിയാതെ നേരത്തെ ഒന്ന് ചില സഹായികൾ കട്ടിലിനടിയിൽ പതുങ്ങിയിരിക്കുന്ന പോലെ ഇത് പതുങ്ങിക്കിടക്കുന്നു. ആ പാമ്പ് വരുമ്പോൾ രണ്ടും കൂടെ ഭയങ്കരമായ യുദ്ധം. ഞാനാണെങ്കിൽ പാമ്പുകൾ തമ്മിലുള്ള കടിയും പിടിയും എനിക്കൊരു പിടിയുമില്ല. കട്ടിലാണെങ്കിൽ പൊക്കം കുറഞ്ഞ കട്ടില്. പാമ്പ് ചൂരിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് ഏകദേശം കട്ടിലിനേക്കാൾ ഒരു 1.5 മുക്കാലടി കൂടുതൽ നീളവും പൊക്കവുമുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് വേറെ ആരെങ്കിലും കിടന്നാൽ പോരെ, വേറെ ആരെങ്കിലും കിടന്നാൽ പറ്റില്ല. അയാളോട് പറയും, അത് വേറെ ആരോ കിടക്കുന്നു, നിങ്ങൾ പ്രേം നസീർ തന്നെ കിടന്നെങ്കിൽ പറ്റുമോ? ഞാനല്ല, അത് എന്നങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പോരെ, എനിക്ക് വേറെ ചില സ്ഥലത്തൊക്കെ പോകാനുണ്ട്, ഞാൻ ജോലിയൊക്കെ ഒന്ന് തീർത്തിട്ട് വന്നാല്. അതല്ലെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ നമുക്ക് വയ്ക്കാം, നിന്റെ വായ ഒന്ന് തുന്നിക്കെട്ടിയതിന് ശേഷം യുദ്ധം ചെയ്യും. വാ തുന്നിക്കെട്ടിയാൽ എന്താ ഈ പറയുന്നത്? നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ പറയുമെങ്കിൽ വാ തുന്നിക്കെട്ടിയത് കടിക്കുമോ? വാ തുറന്നിരുന്നേ തമ്മിൽ കടിക്കാനൊക്കെ എന്തെങ്കിലും ഒരു ആ രംഗത്തിന് വളരെ ഒരു ഭീകരത ഉണ്ടാവും. ശരി, ഞാൻ സമ്മതിച്ചു. ഞാനിങ്ങനെ കിടന്നു, ഒരു പാമ്പ് എൻ്റെ അടിയിൽ കിടക്കുന്നു, വേറൊരു പാമ്പ് പതുക്കെ അയാൾ കൊണ്ടുവിടുന്നു. അത് കഴിഞ്ഞ് നേരെ കട്ടിലിൻ്റെ അടിയിൽ കിടന്ന് എൻ്റെ തലയുടെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നു കയറാനായിട്ട്. ഞാൻ കണ്ണടച്ച് കിടക്കണമെന്നാണ്, പക്ഷെ ഒരു കണ്ണ് ഞാനിങ്ങനെ തുറന്നു വയ്ക്കും. എന്നാലും ഡയറക്ടറെ കണ്ണ് കാണുന്നു. ഞാൻ പറഞ്ഞില്ല, ചെറുതായിട്ട് ഞാൻ അടച്ചോളാം. എന്ന് പറഞ്ഞു പറയാൻ ഇങ്ങനെ കണ്ണിറുക്കി അടച്ചോളാം. ഞങ്ങൾ ഇത്രയും ആളുകളില്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ ഭയപ്പെടുന്നു? പാമ്പിനെ ഭയമൊന്നുമില്ല, ഏതായാലും മരിക്കണം അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇതിങ്ങനെ വന്നിങ്ങനെ ഇത് കടിക്കുമെന്നുള്ളല്ല, അതിങ്ങനെ തുടങ്ങുമ്പോൾ ഒരു വിഴുവിഴുപ്പുണ്ട്, അതിന് മാത്രമേ ഉള്ളൂ വിഷമം എന്നൊക്കെ അടിച്ചു. രക്ഷയില്ല, ഈ പാമ്പ് വന്നു, രണ്ടും കൂടെ അങ്ങോട്ട് കഴിയുന്നു. ഈ കടിച്ച പാമ്പുകൾ തമ്മിൽ കടിക്കുന്ന ശൗര്യത്തില് അവിടെ കഥാനായകനാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ സംവിധാനം നിൽക്കുന്ന പാമ്പിനുമല്ലെന്ന് അറിയാമോ? ഇത് രണ്ടും കൂടെ കടിച്ചിട്ട് നേരെ കട്ടിലേക്ക് ചാടി. ഞാൻ ഈ കണ്ണ് തുറന്നെടുത്ത് ഞാൻ താഴെ ചാടി. പക്ഷേ ക്യാമറ ഡയറക്ടർ കെട്ടെന്ന് പറഞ്ഞു. അന്ന് മുഴുവനും ഈ രംഗം എടുക്കുന്നതിനായിരുന്നു. ഒരു വിധത്തിൽ അതിന് ശൗര്യം വരുമ്പോൾ രണ്ടും കൂടെ കടിച്ചിട്ട് കട്ടിലോട്ട് ചാടിക്കാറ്. ഞാൻ പറയുന്നത് വലിയ കഷ്ടമാണ്, വേറെ നിങ്ങൾ ആരെങ്കിലും കിടത്തിക്കൊള്ളണം. എങ്ങനെയെങ്കിലും ഞങ്ങൾ മാനേജ് ചെയ്തിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ഈ രംഗം ഞങ്ങൾ എടുത്തു. പക്ഷേ ഈ രംഗം എന്ന് പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ വാസ്തവത്തിൽ ഇത് മാനസികമായിട്ട് വലിയ പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്, ടെൻഷനാണിത്. അവസാനം ഈ പാമ്പ് രണ്ടും കൂടെ കടികൂടി. അവസാനം ഒരു പാമ്പ് ചത്തു, പിന്നെ ഒരു പാമ്പും ഒരു കീരിയും തമ്മിൽ യുദ്ധമായി. അതാണ് കീരിയും പാമ്പും യുദ്ധം. അത് എൻ്റെ അടുത്ത് തന്നെ കുറച്ചങ്ങോട്ട് മാറി ഒരു റൂമിലാണെന്നേ ഉള്ളൂ. അത് കീരിയും പാമ്പും കൂടെ യുദ്ധം ചെയ്ത് അവസാനം ഡയറക്ടറുടെ നേരെ പാമ്പ് തിരിഞ്ഞു. ഡയറക്ടർ എടുത്തിയാടി ധൈര്യം പറഞ്ഞാൽ അയാൾ ഓടി. ക്യാമറാമാൻ ക്യാമറയുടെ മുമ്പിൽ, ക്രെയിനിന്റെ മുമ്പിൽ അയാൾ അതിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടു. അത് ഈ പാമ്പ് ഈ കടി ഏറ്റ ഉടനെ പാമ്പും കീരിയും അവിടെയുള്ള ആളുകളൊക്കെ ചേസ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ സിനിമയിലെ വെളിയിൽ നിൽക്കുന്ന ആൾക്ക് ഇത് അറിയാൻ പാടില്ല, എന്റെ ബുദ്ധിമുട്ട്. ഏകദേശം 2-3 ദിവസം എടുത്തു. അതുപോലെ തന്നെ കടുവയായിട്ട് പിടിക്കാൻ പറഞ്ഞാൽ കടുവയായിട്ട് ബുസ് ചെയ്യണം, സിംഹമായിട്ട് പിടിക്കാൻ പറഞ്ഞാൽ അത് പിടിക്കണം, വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ വെള്ളത്തിൽ ചാടണം, കടലിൽ ചാടി നീന്താൻ പറഞ്ഞാൽ അത് ചെയ്യണം. അതൊക്കെ വേറെ ആള് നീന്തിക്കൊള്ളാം എന്ന് പറഞ്ഞാലൊന്നും കാണുന്ന ആൾക്ക് അറിയാം ഇത് വേറെ ആളാണ് നീന്തുന്നത്. അപ്പൊ കഴിയുന്നതും വേറെ ആള് ഇങ്ങനെ ഡ്യൂപ്പിൽ വരുന്നത് കുറച്ചിട്ട് കഥാനായകന്മാരുടെ ഇതായിരിക്കും, രംഗങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്. അത് കാണുന്ന സദസ്യർക്ക് ഇഷ്ടം.